Hello friends, welcome to channel 𝙑𝙞𝙙𝙯 സ്വാഗതം. എൻ്റെ പേര് അജയ്. എല്ലാവർക്കും സുഖം ആശംസിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ഒരു സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ഒരു പ്രയോറിറ്റി ബാങ്കിങ്ങിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് റീസെൻ്റ്ലി 2-3 ദിവസം മുമ്പ് നമുക്ക് നമ്മുടെ നോർമൽ സേവിങ്സ് അക്കൗണ്ട് നമുക്ക് ഒരു പ്രയോറിറ്റി അക്കൗണ്ടിലേക്ക് അപ്ഗ്രേഡ് തന്നിട്ടുണ്ട് സൗത്ത് ഇന്ത്യൻ ബാങ്ക്. അതിൻ്റെ റീസൺ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കലി നമുക്കിത് കമ്പ്യൂട്ടർ തന്നെ നമ്മുടെ ക്രെഡിറ്റ് ലിമിറ്റും അതുപോലെ നമ്മുടെ ഇപ്പോൾ ലോൺസ് ഉണ്ടെങ്കിൽ അതിൻ്റെ യൂസേജസ്, അതിൻ്റെ റീപേയ്മെൻറ്റ് ഹിസ്റ്ററി, അതുപോലെ തന്നെ നമ്മുടെ ക്രെഡിറ്റ് സ്കോർ, ഇതൊക്കെ നോക്കിയിട്ടാണ് ആക്ച്വലി ഇവർ അപ്ഗ്രേഡ് ചെയ്യുന്നത്. നമുക്ക് ആക്ച്വലി ഇവർക്ക് 2 പ്രയോറിറ്റി സേവിങ്സ് അക്കൗണ്ട് വേറെ എക്സ്ട്രാ ഉണ്ട്. പക്ഷേ അതിന് നമുക്ക് എടുക്കണമെങ്കിൽ നമുക്ക് എലിജിബിൾ ആവണം, എന്നാലും നമുക്ക് അപ്ലൈ ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്ത് നോക്കാം. എന്തായാലും അതിൻ്റെ URL ലിങ്കും കാര്യങ്ങളൊക്കെ അവരുടെ സൈഡിൽ തന്നെയാണ്, ജസ്റ്റ് സൈഡിൽ തന്നെയാണ്. ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നമുക്ക് വഴിയെ ഞാൻ മൊബൈലിൽ കാണിച്ചിട്ടും ചെയ്യാം, അവരുടെ സൈറ്റിൽ പോയിട്ട് നമുക്ക് കാണിച്ചു തരാം. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കുറേ ഈ പ്രയോറിറ്റി ബാങ്കിങ് എന്ന് പറയുമ്പോൾ ആക്ച്വലി ഇതിന് കുറേ ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് നമ്മുടെ കാർഡും നമ്മുടെ ഡെബിറ്റ് കാർഡും ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് വന്നിട്ടുണ്ട്, പുതിയതായിട്ട് നമുക്ക് അപ്ഗ്രേഡ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സും കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഡീറ്റെയിൽ ഞാൻ അത് പറഞ്ഞുതരാം. മെയിനായിട്ട് കുറച്ച് ഫീച്ചേഴ്സ് ഞാൻ ഓർമ്മയുള്ളപ്പോൾ പറയാം. നമുക്ക് കോംപ്ലിമെൻ്ററി എയർപോർട്ട് ലോഞ്ച് ഉണ്ട്. നമുക്ക് കാർഡ് ഫ്രീ ആണ്, ആനുവൽ മെയിൻ്റനൻസ് ചാർജും കാര്യങ്ങളൊന്നും ഇല്ല. അതുപോലെ തന്നെ ചെക്ക്, ലീഫ്, അതൊക്കെ നമുക്ക് ഫ്രീ ആണ്. അതുപോലെ തന്നെ നമുക്ക് ATM വിഡ്രോവൽ നമുക്ക് ഫ്രീ ആണ്, ചാർജബിൾ അല്ല. എത്ര വേണമെങ്കിൽ നമുക്ക് വിഡ്രോ ചെയ്യാം, ചാർജ് ഫ്രീ ഇല്ല. അതുപോലെ നമുക്ക് 50% വരെ നമുക്ക് ലോക്കറിൻ്റെ പ്രോസസ്സിംഗ് ചാർജും ഫീസൊക്കെ നമുക്ക് വേവ് ഓഫ് ചെയ്യും. അതുപോലെ തന്നെ ഇപ്പോൾ വേറെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുണ്ടായിരുന്നല്ലോ, നമ്മളെന്തായാലും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എന്തായാലും അടുത്ത് നമുക്ക് മൊബൈലായിട്ട് ഞാൻ കാണിച്ചു തന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. അത്യാവശ്യം നല്ലൊരു ആക്ച്വലി നല്ലൊരു ഫീച്ചറാണെന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ നോർമൽ സേവിങ്സ് അക്കൗണ്ട് തന്നെ ആയിരുന്നു കേട്ടോ. നമ്മൾ ആക്ച്വലി ഉപയോഗിച്ച് തുടങ്ങിയിട്ട് 3 കൊല്ലമായിട്ടുള്ളൂ. എൻ്റെ സാലറി അക്കൗണ്ടും അതുപോലെ തന്നെ യൂട്യൂബ് അക്കൗണ്ടും ഒക്കെ ഞാൻ ആക്ച്വലി ഇപ്പോൾ ഉപയോഗിക്കുന്നത് നമ്മുടെ സൗത്ത് ഇന്ത്യൻ ബാങ്കാണ്. ഇതിന് മുമ്പ് നമ്മൾ ഫെഡറൽ ബാങ്ക് ഉപയോഗിക്കുന്നതെന്ന് ഞാൻ ഇടയ്ക്കൊക്കെ മാറ്റാറുണ്ട് ഇതിനെ. അപ്പോൾ എനിക്ക് ഓൾമോസ്റ്റ് ഇഷ്ടപ്പെട്ട ഒരു സംഭവമായിരുന്നു സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ വൺ കാർഡിന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും. എൻ്റെ വൺ കാർഡും സൗത്ത് ഇന്ത്യൻ ബാങ്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്തുള്ളതും സൗത്ത് ഇന്ത്യൻ ബാങ്കാണ്. അത്യാവശ്യം ഒരു 2 കിലോമീറ്റർ ഉള്ളിൽ തന്നെ നമുക്ക് സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ബ്രാഞ്ചസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ കറക്റ്റ് റീസൺ ചോദിച്ചാൽ നമുക്കറിയില്ല. ഞാൻ എന്തായാലും എൻ്റെ വരെ സപ്പോർട്ടിൻ്റെ മെയിൽ അഡ്രസ്സും അതുപോലെ തന്നെ കോൾ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ കൊടുക്കാം. ആക്ച്വലി എൻ്റെ ഒരു ഇതനുസരിച്ച് അവർക്കും ഇത് കറക്റ്റ് പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഫുൾ ഓട്ടോമാറ്റിക് അൽഗോരിതം ബേസ് സംഭവങ്ങളൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ അതിൻ്റെ ഫീച്ചേഴ്സ് ഞാൻ പറഞ്ഞുതരാം. എനിക്ക് മെയിൽ വന്നത് ഞാൻ എന്തായാലും ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. മെയിൽ വന്നത് എനിക്ക് 2-3 ദിവസം മുമ്പാണ് ഉണ്ട്. 12-ാം തീയതി നമുക്ക് വന്നാട്ടോ മെയിൽ. ഇതിൽ നമുക്ക് വന്നേക്കുന്നത് കൺഗ്രാജുലേഷൻ കാര്യങ്ങളൊക്കെ വന്നിട്ട് നമുക്ക് അപ്ഗ്രേഡ് ചെയ്തെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സായിട്ട് നമുക്ക് കൊടുത്തേക്കുന്നത് നമുക്ക് എയർപോർട്ട് ലോഞ്ചസ് ഫ്രീ ഉണ്ട്, ഞാൻ ഓൾറെഡി പറഞ്ഞു. സർവീസ് ചാർജസ് വേവ് ഓഫ് ചെയ്യും. ലോൺസിന് സെലക്റ്റഡ് റേറ്റ്സ് വരും നമുക്ക്. അതുപോലെ തന്നെ ഫ്രീ ക്യാഷ് വിഡ്രോവൽ ആയിട്ട് ATM ഇതാണ്. പിന്നെ പ്രീമിയം കാർഡ് വിത്ത് നോ ഇഷ്യൂൻസ് ഓർ മെയിൻ്റനൻസ് ഫീ. അതുപോലെ തന്നെ 50% ഓഫ് ഓൺ ലോക്കർ റെൻറ്റ്. ഇത് മാത്രമല്ല കേട്ടോ, നമുക്ക് കുറേ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ കുറച്ച് ഓഫേഴ്സും വരുന്നുണ്ട്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം. ഞാൻ എന്തായാലും മൊബൈലിൽ എത്തി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് ചാനൽ പുതിയ വന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഒക്കെ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്ക് ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തുകൊണ്ട് ചെക്കൗട്ട് ചെയ്യുക. അതുപോലെ തന്നെ ആമസോണിൻ്റെ നമ്മുടെ സ്റ്റോർ തുടങ്ങിയതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. URL നിങ്ങൾക്ക് കൂടെ കാണായിരിക്കും. നിങ്ങൾ എന്തായാലും ഒന്ന് ചെക്കൗട്ട് നോക്കിയാൽ നിങ്ങൾക്ക് ആമസോൺ പർച്ചേസിങ് കുറച്ചുകൂടി ഈസി ആക്കാനുള്ള സംഭവമായിരിക്കും. എന്താ വെച്ചാൽ നമ്മൾ ഹോം പേജ് പോലെ നമ്മുടെ ചാനലിലെ പേജ് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ടും അതുപോലെ തന്നെ എല്ലാത്തിനും ടോപ്പ് കാറ്റഗറി ആയിട്ട് തുടങ്ങിക്കുന്നതാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് യൂട്യൂബ് കമൻറ്റ് ഇടാം. നമ്മൾ എല്ലാ കമൻറ്റിനും റിപ്ലൈ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ അതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫോളോ ചെയ്യാൻ മറക്കണ്ട. അതുപോലെ നമ്മുടെ 2ാമത്തെ ചാനൽ നമ്മൾ തുടങ്ങിയിട്ടുണ്ടെന്നും അത് നമ്മുടെ ഈ ചാനലിൻ്റെ ഹോം പേജിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഞാൻ അതിൽ ചാനൽ ലിങ്കിൽ കൊടുത്തിട്ടുണ്ട്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം കേട്ടോ. എന്ന് വെച്ചാൽ നമ്മളൊരു ഫുഡിൻ്റെയും അതുപോലെ തന്നെ പെറ്റ്സിൻ്റെയും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊടുത്തേക്കുന്നതാണ്. കുറേ ഷോർട്സാണ് നമ്മൾ മാക്സിമം അപ്ലോഡ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാനും എന്താ പറയുക, എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് എല്ലാത്തിനും ഒരു പെട്ടെന്ന് നമുക്ക് ഷോർട്സ് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. മാക്സിമം നമുക്ക് 20 സെക്കൻഡൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടുപോകാം. അത്ര ടൈം കൺസ്യൂമിങ് കാര്യങ്ങളൊന്നും അല്ല. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമ്മൾ മൊബൈലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആക്ച്വലി എനിക്ക് വന്ന മെയിലും കാര്യങ്ങളൊക്കെ ഞാൻ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഒന്ന് മെയിൽ എടുക്കട്ടെ കേട്ടോ. നമുക്കൊരു ആക്ച്വലി 2-3 ദിവസം മുമ്പ് നമുക്ക് മെയിൽ വന്നതാണ്. അവിടെ പോയി കാണട്ടെ. കണ്ടു, ഇങ്ങനെ ഒരു മെയിലാണ് നമുക്ക് വന്നിട്ടുണ്ട്. അറ്റൻഷൻ, എൻ്റെ പേര് യു ഹാവ് ബീൻ അപ്ഗ്രേഡഡ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം വന്നു നമുക്ക്. ഇത് ആക്ച്വലി നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇവരെ പ്രയോറിറ്റി ബാങ്കിങ് അക്കൗണ്ട് സെപ്പറേറ്റ് വരെ തുടങ്ങും ചെയ്യാം കേട്ടോ. പക്ഷേ ഇത് എൻ്റെ എൻ്റെ ഒരു പ്രീമിയം അക്കൗണ്ട് ആയിരുന്നു. എന്നുവെച്ചാൽ നോർമൽ സേവിങ്സ് അക്കൗണ്ട് ആയിരുന്നു. അത് ആക്ച്വലി നമ്മുടെ അപ്ഗ്രേഡ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഡിയർ കസ്റ്റമർ അറ്റ് ദ സൗത്ത് ഇന്ത്യൻ ബാങ്ക്, ഇറ്റ്സ് അവർ കോൺസ്റ്റന്റ് എൻഡേവർ ടു സെർവ് അവർ കസ്റ്റമർ ഇൻ ദ ബെസ്റ്റ് പോസിബിൾ വേ. With this intention, we are delighted to upgrade you to a priority banking program which comes with a
ഫോളോയിങ് ബെനിഫിറ്റ്സ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബെനിഫിറ്റ്സ് ആയിട്ട് ഇവിടെ access to the airport ലോഞ്ച് നമുക്കുണ്ട്. അത് നമ്മുടെ ഡെബിറ്റ് കാർഡ് അനുസരിച്ചാണ്. ആക്ച്വലി എനിക്ക് ഡെബിറ്റ് കാർഡ് സെപ്പറേറ്റ് ഡെബിറ്റ് കാർഡ് എക്സ്ട്രാ വേറെ വന്നു കേട്ടോ. ഒരു വിസ ക്രെഡിറ്റ് കാർഡ് നമുക്ക് സെപ്പറേറ്റ് എന്താ പറയുക പ്രയോറിറ്റി ബാങ്കിനനുസരിച്ച് നമുക്ക് എക്സ്ട്രാ വേറെ വന്നു. അതുപോലെ തന്നെ ഇതിൽ സർവീസ് ചാർജ് വൈവറുണ്ട് നമുക്ക്, അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. പിന്നെ സെലക്റ്റഡ് ലോൺസിൻ്റെ റേറ്റ്സ് ഭയങ്കര കുറവാണ്. അതുപോലെ തന്നെ ഫ്രീ ക്യാഷ് വിഡ്രോവലാണ് ബ്രാഞ്ചസിൽ. അതുപോലെ തന്നെ പ്രീമിയം കാർഡാണ് വിത്ത് നോ ഇഷ്യൂവൻസ് ഓർ മെയിൻ്റനൻസ് ചാർജ്. ഫ്രീ കാർഡാണ് വരുന്നത്. അപ് ടു 50% ഓഫ് ഓൺ ലോക്കർ ഉണ്ട് കേട്ടോ നമുക്ക് റെൻറ്റിലൊക്കെ. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കാണണമെങ്കിൽ നമുക്ക് എന്തായാലും ലിങ്കിൽ ചെയ്യാൻ പോയിട്ട് അവരുടെ സൈറ്റിൽ തന്നെ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് അവരുടെ കുറച്ച് എന്താ പറയുക ഒരു ഫീച്ചേഴ്സായിട്ട്. കോംപ്ലിമെൻ്ററി എയർപോർട്ട് ലോഞ്ചസ് വരുന്നുണ്ട്. വി എൻഷുർ ദാറ്റ് യു ആൻഡ് യുവർ ഫാമിലി ഓൾവേസ് ട്രാവൽ ഇൻ ലക്ഷറി വെൻ യു ആർ ഓൺ പ്രയോറിറ്റി. അവൈൽ കോംപ്ലിമെൻ്ററി ആക്സസ് ടു സെലക്ടഡ് എയർപോർട്ട് ലോഞ്ച് അക്രോസ്. അത് നമ്മുടെ ഓരോ കാർഡ് അനുസരിച്ച് നമുക്ക് അതിൻ്റെ ലോഞ്ച് ഫ്രീ ഉണ്ട് നമുക്ക്. പിന്നെ വരുന്നത് ലോക്കർ റെൻ്റ് ആണ്. 50% വരെ നമുക്ക് ലോക്കർ റെൻ്റ് ഡിസ്കൗണ്ട് ഇടുന്നുണ്ട്. ഡിസ്കൗണ്ട് ഓൺ ലോക്കർ റെൻ്റ് അപ് ടു 50% ആണ്. പിന്നെ ഇൻഷുറൻസ് കവർ അറ്റ് ലീസ്റ്റ് കോസ്റ്റ് വരുന്നുണ്ട് നമുക്ക്. നമ്മുടെ SIB സുരക്ഷ കവേഴ്സ് ആയിട്ടൊരു ഇൻഷുറൻസ് പോളിസി നമുക്ക് എന്താ വെച്ചാൽ ഭയങ്കര റേറ്റ് കുറഞ്ഞ് നമുക്കൊരു എമൗണ്ടിൽ നമുക്ക് ഇതിൻ്റെ ബെനിഫിറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ SIB റിവാർഡ് പോയിൻറ്റ്സ് നമുക്ക് എക്സ്ട്രാ ഒരു കുറച്ചും കൂടി റിഡീം ചെയ്യാൻ പറ്റുന്ന പോയിൻറ്റ്സിൽ എന്ന് വെച്ചാൽ നമുക്ക് ഒരു എന്താ പറയുക 2x പോയിൻറ്റ്സിൻ്റെ ഒരു ഡിഫറൻസ് വരുന്നുണ്ട് നമുക്ക് ഈ പ്രയോറിറ്റി ബാങ്കിങ് ആകുമ്പോൾ. പിന്നെ ഡിസ്കൗണ്ട്സ് ഇൻ പ്രൈസിങ് ഓൺ ലോൺസ് നമുക്ക് സ്പെഷ്യൽ റേറ്റ്സും കൺസെഷനൊക്കെ നമുക്ക് കിട്ടും നമ്മുടെ ലോൺസ് കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രയോറിറ്റി സേവിങ്സ് അക്കൗണ്ടാണ് നമ്മുടെ താഴെ കാണിച്ചിരിക്കുന്നത്. ഞാൻ ആക്ച്വലി ഇത് സെപ്പറേറ്റ് എടുത്തതെന്നല്ല, നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഒരു ഓട്ടോ അപ്ഗ്രേഡ് ഓപ്ഷൻ വന്നതാണ്. എൻ്റെ കറക്റ്റായിട്ട് എന്തുകൊണ്ടാണെന്ന് അറിയില്ല നമുക്ക്. ഞാൻ ആക്ച്വലി സൗദി ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡും കാര്യങ്ങളൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെ കറക്റ്റായിട്ട് എന്താ ശരിക്കും ഇത് കറക്റ്റ് റീസൺ ഒന്നും ഒരു പറഞ്ഞിട്ടില്ല. നമുക്ക് അപ്ഗ്രഡേഷൻ ലെറ്റർ വരിക ചെയ്ത് നമുക്കിപ്പോൾ ആക്ച്വലി ഞാനിപ്പോൾ SIB എത്ര കൊല്ലമായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഒരു 3 കൊല്ലമൊക്കെ ആയിട്ടുള്ളൂ. ആക്ച്വലി SIB ഞാൻ പ്രൈമറി അക്കൗണ്ടായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മുടെ സാലറി അക്കൗണ്ട് തന്നെയാണ്, നമ്മുടെ യൂട്യൂബ് അക്കൗണ്ട് തന്നെയൊക്കെയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. അത് അവർക്ക് അറിയണ്ടാവില്ല. ആക്ച്വലി ഓട്ടോ അപ്ഗ്രേഡ് എല്ലാം കമ്പ്യൂട്ടർ ചെയ്യുന്നതാണ്. അപ്പോൾ 2 പ്രയോറിറ്റി സേവിങ്സ് അക്കൗണ്ടാണ് നമുക്കുള്ളത്. ഒരു SIB പ്രൈം പ്ലാറ്റിനം എന്ന് പറഞ്ഞ അക്കൗണ്ടും ഒരു SIB പ്രൈം എന്ന് പറഞ്ഞ 2 അക്കൗണ്ട് വരുന്നുണ്ട്. ഉണ്ട് ഒരു എലിജിബിലിറ്റി നമുക്കുണ്ട്. ടു ജോയിൻ അവർ പ്രയോറിറ്റി ബാങ്കിങ് പ്രോഗ്രാം അവർ SIB ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. അസിസ്റ്റൻസിനായി അവർ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇത് ആക്ച്വലി ഈ പേജ് നമുക്ക് അവരുടെ സൈറ്റ് പോയി കിട്ടൂട്ടാ. പിന്നെ ഇതിൻ്റെ ഒരു 2-3 അപ്ലൈ ചെയ്യാനൊക്കെ പറ്റും നമുക്ക്. അപ്പോൾ നോ മോറിൽ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് SIB പ്രീമിയം പ്ലാറ്റിനത്തിൻ്റെ കുറച്ച് ബെനിഫിറ്റ്സ് വരെ പറഞ്ഞിട്ടുണ്ട്. കണ്ടോ നമുക്ക് ഡെബിറ്റ് കാർഡ് അതിൻ്റെ എയർപോർട്ട് ലോഞ്ചസസ് വരെ പറഞ്ഞത് ഒരു ലോഞ്ചസസ് ആണ് ഫ്രീ കിട്ടുന്നത് പെർ ക്വാർട്ടറിൽ. ഇൻ്റർനാഷണലിൽ നമുക്ക് ഒരെണ്ണം കിട്ടും, ഡൊമസ്റ്റിക്കിൽ നമുക്ക് ഒരെണ്ണം കിട്ടും. അതുപോലെ തന്നെ 3x റിവാർഡ് പോയിൻറ്റ്സ് ആണ് വരുന്നത്. നമുക്ക് ചാർജും കാര്യങ്ങളൊന്നും ഇല്ല, അൺലിമിറ്റഡ് ഫ്രീ യൂസേജ് ആണ്. അത് SIB അതല്ലാതെ അതർ ATMസിലും നമുക്ക് ഫ്രീ ആണ്. ലോക്കർ ആകുമ്പോൾ നമുക്ക് 50% വേവർ വരുന്നുണ്ട് ചാർജിൽ. അതുപോലെ ബിസിനസ് ഡെബിറ്റ് കാർഡ് ഒരു എക്സ്ട്രാ വേറെ സംഭവം കിട്ടുന്നുണ്ട്. എലിജിബിൾ ഫ്രീ പ്ലാറ്റിനം ഡെബിറ്റ് കാർഡ് കിട്ടും. ഈ ഇൻഷുറൻസ് കവറായിട്ട് നമുക്ക് ഒരു 10 lakhിൻ്റെ ഇൻഷുറൻസ് കവർ SIB സുരക്ഷ കവറിനായിട്ട് വരുന്നുണ്ട്. നമുക്ക് അതിൽ പ്രീമിയം പെർ ഹെഡ് വരുന്ന GST അടക്കം 275 രൂപ വരുന്നുള്ളൂ, ഇൻക്ലൂഡിങ് GST. അപ്പോൾ അത് ഭയങ്കര റേറ്റ് കുറഞ്ഞ് നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ 4x ആയിട്ട് നമുക്ക് നോ 4x ഇൻവേർട്ട് റെമിറ്റൻസ് ചാർജസ് വരുന്നുണ്ട്. 100% വേവർ ഇൻഷുറൻസ് ഫീ നമുക്ക്. അപ്പോൾ അതിൻ്റെ ഒരു ഫീച്ചറാണ്. ലോണിൽ നമുക്ക് 0.15 ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ 50% പ്രോസസ്സിംഗ് ഫീലും വേവ് ഓഫ് ചെയ്ത് കിട്ടും നമുക്ക്. അതുപോലെ തന്നെ ഡിമാൻഡ് ആൻഡ് ട്രേഡിംഗ് അക്കൗണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. സർവീസ് ചാർജ് വേവർ നമുക്ക് നമ്മുടെ ചെക്സിനൊക്കെ ഫ്രീ ആണ്. അതുപോലെ NFT ചാർജസും ഫ്രീ ആണ്. ആക്ച്വലി നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എൻ്റെ NFT ഒക്കെ നമുക്ക് പിടിക്കാറുണ്ട്. ഇനി നമുക്ക് പിടിക്കില്ലെന്ന് വെച്ചാൽ നമ്മൾ പ്രയോറിറ്റി ബാങ്കിങ് ആയി. അപ്പോൾ അത് നല്ലൊരു കാര്യം തന്നെ. അതുപോലെ തന്നെ നമുക്ക് ന്യൂ ഇന്ത്യ ഇൻഷുറൻസിൻ്റെ SIB സുരക്ഷാ കവച് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സായിട്ട് വരുന്നത്. അപ്പോൾ രണ്ടാമത്തെ ബാങ്കിൻ്റെ വെച്ച് കഴിഞ്ഞാൽ ഇത് അതിനായിട്ടും താഴെയുള്ളത് പ്ലാറ്റിനം കേട്ടോ. അപ്പോൾ രണ്ടാമത്തേലും നമുക്ക് ഓൾമോസ്റ്റ് ഇത് ഫീച്ചർ തന്നെ വരുന്നത്. ചെറിയ ഡിഫറൻസ് ഒക്കെ വരുന്നുള്ളൂ. 25% ആണ് നമുക്ക് ലോക്കറിൽ വരുന്ന മറ്റേ 50 ആയിരുന്നു. അപ്പോൾ അങ്ങനെ ചില ഡിഫറൻസ് കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ. ബാക്കിയൊക്കെ സെയിമാണ്, ഓൾമോസ്റ്റ് സെയിമാണ് കേട്ടോ. അപ്പോൾ ഇതിലും 25% ആണ് വരുന്നത്. അപ്പോൾ അതൊക്കെയാണ് ചെറിയ ഡിഫറൻസ് ഉള്ളൂ, വേറെ ഡിഫറൻസ് ഒന്നുമില്ല. ഡിമാൻഡ് അക്കൗണ്ടൊക്കെ നമുക്ക് ഫ്രീ തന്നെയാണ് ഇതിലും. അതുപോലെ ഇതിൽ നമുക്ക് ലോണിൽ 0.10% ആണ് ഡിസ്കൗണ്ട് വരുന്നത്. അപ്പോൾ ചെറിയൊരു ഡിഫറൻസ് ഒക്കെ നമുക്ക് വരുന്നുണ്ട്. ബാക്കിയൊക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കൊരു നിങ്ങൾ ഓൾറെഡി ഒരു SIB അക്കൗണ്ട് സേവിങ്സ് അക്കൗണ്ട് അങ്ങനെ എന്താ യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അവരെ പറ്റി എൻക്വയറി ചെയ്ത് നോക്കാം. ഒന്നെങ്കിൽ അവരുടെ ബ്രാഞ്ചിൽ അല്ലെങ്കിൽ നമുക്ക് അവരുടെ കസ്റ്റമർ കെയർ സപ്പോർട്ടിലേക്ക് ഒന്ന് മെയിൽ ചെയ്താലും മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരുന്ന ഒരു മെയിലിലേക്ക് prime.support@sib.co.in എന്നതിലേക്ക് മെയിൽ ചെയ്താൽ മതി. അല്ലെങ്കിൽ അവർ ടോൾ ഫ്രീ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ എന്തായാലും ഈ ടോൾ ഫ്രീ നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ എന്തായാലും നല്ലൊരു പരിപാടിയാണ് എനിക്ക് തോന്നിയിട്ട്. എന്താ നമുക്കൊരു പ്രയോറിറ്റി കിട്ടുന്നത് നമുക്ക് നല്ലതാണല്ലോ.
പ്രത്യേകിച്ച് നമ്മുടെ പ്രൈമറി അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്കൊരു പ്രയോറിറ്റി അതുപോലെ ഇങ്ങനെ ഫ്രീ കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണെങ്കിൽ നമ്മുടെ വേവ് ഓഫ് ഒക്കെ കിട്ടുന്നത് നല്ലതാണ്. അപ്പോൾ എനിക്ക് ആക്ച്വലി ഇന്നൊരു സംഭവം എനിക്കറിയണത് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഓട്ടോ അപ്ഗ്രേഡ് വന്നാണ്, നമ്മൾ ഓൾറെഡി മെയിൽ കാണിച്ചതാണ്. അപ്പോൾ എനിക്കും അതിൻ്റെ കറക്റ്റ് റീസൺ അറിയില്ല. ആക്ച്വലി എൻ്റെ സേവിങ്സ് അക്കൗണ്ടും അതുപോലെ തന്നെ സാലറി അക്കൗണ്ടും അതുപോലെ നമ്മുടെ യൂട്യൂബിൻ്റെ അക്കൗണ്ടും ഒക്കെ ആഡ്സെൻസ് അക്കൗണ്ടൊക്കെ തന്നെയാണ്. നമ്മൾ വേറെ ഫെഡറൽ ബാങ്കിൻ്റെ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെ ആക്ച്വലി ഒരു ഫീച്ചറാണ് SIB പ്രയോറിറ്റി ബാങ്കിങ് എന്ന് പറഞ്ഞിട്ട്. ഇനിയിപ്പോൾ ഒരു എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നമുക്ക് പ്രയോറിറ്റി ബാങ്കിൽ കൂടെ മാറ്റി കൊടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് എനിക്കറിയില്ല. അത് അവർ മെൻഷനും ചെയ്തിട്ടില്ല. അപ്പോൾ അതൊക്കെ ഓട്ടോമാറ്റിക്കലി ചെയ്യുന്നതാണ്. അതെന്തായാലും ഫുൾ ഓട്ടോമാറ്റഡ് ആണല്ലോ. അതിപ്പോൾ അവരെ കസ്റ്റമർക്കാരോട് ചോദിച്ചാലും അവർക്ക് കറക്റ്റ് റീസൺ ഒന്നും ഉണ്ടാവില്ലെന്ന് എൻ്റെ ഒരു ഉറപ്പ്. എന്താ വെച്ചാൽ അത് ഫുള്ളി ഓട്ടോമാറ്റഡ് ആണ്. അപ്പോൾ നമ്മുടെ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റും ഡെബിറ്റും ബാക്കി എല്ലാ ഡീറ്റെയിൽസും, ഞാൻ ക്രെഡിറ്റ് കാർഡ് യൂസറാണ്, അപ്പോൾ എല്ലാ ഡീറ്റെയിൽസൊക്കെ കൂടിയിട്ടാണ് ഒരു പ്രയോറിറ്റി കാര്യങ്ങളൊക്കെ അപ്ഗ്രേഡ് ചെയ്ത് തരുന്നതും അതുപോലെ തന്നെ നമ്മുടെ ക്രെഡിറ്റ് ലിമിറ്റ് കൂടി തരുന്നതും ബാക്കി എല്ലാം വരുന്നതും ഇതുപോലെ എല്ലാം ഓട്ടോമാറ്റിക്കാണ്. അപ്പോൾ അതിന് കറക്റ്റ് റീസൺ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾ കറക്റ്റായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അതുപോലെ ക്രെഡിറ്റ് കാർഡുണ്ടെങ്കിൽ അതും കറക്റ്റായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒക്കെ നിങ്ങൾക്ക് എന്തായാലും ഇങ്ങനെ ഒരു പ്രയോറിറ്റി ബാങ്കിങ് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് വേണമെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കുകയും ചെയ്യാം കേട്ടോ. നമുക്ക് ഞാൻ 2 അക്കൗണ്ട് ആരും പറഞ്ഞല്ലോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഞാൻ സെപ്പറേറ്റ് എന്തായാലും ടോൾ ഫ്രീ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കാം. എന്തായാലും ഞാൻ ഇവരുടെ സൈറ്റ് അഡ്രസ്സും വേണമെങ്കിൽ കൊടുക്കാം. എന്ന് വെച്ചാൽ നോർമൽ അവരുടെ SIB ബാങ്കിൻ്റെ സൈറ്റ് തന്നെയാണ്. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് വേറെ സൈറ്റൊന്നും അല്ല. അപ്പോൾ എന്തായാലും ഞാൻ കൊടുക്കാം. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ വേണ്ടി ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഫാമിലിക്കും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ ചാനൽ നമ്മുടെ ഈ ചാനലിൻ്റെ എന്താ പറയുക ഹോം പേജിൽ തന്നെ ടാഗ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നമ്മുടെ ഉള്ളിൽ കയറിയിട്ട് നമ്മുടെ ചാനൽസിൻ്റെ ഉള്ളിൽ കയറി നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും നമ്മുടെ രണ്ടാമത്തെ ചാനൽ. അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. നമ്മൾ ഫുഡും പെറ്റ്സിൻ്റെയും കാര്യങ്ങളൊക്കെ ഷോർട്സ് ആയിട്ടൊക്കെ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യാനും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും നമുക്ക് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ അതൊന്നും ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം.